ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +1 +2 ബയോളജി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നീറ്റിന് പഠിക്കുന്നവരായിക്കോട്ടെ, +1 ഇംപ്രൂവ്മെൻറ്റിന് പഠിക്കുന്നവരായിക്കോട്ടെ, ആരായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ബയോളജിക്ക് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ബയോളജി പഠിക്കാൻ കഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഉപയോഗപ്പെടുത്തുക. എന്തായാലും ഇഫക്റ്റീവായിട്ട് നിങ്ങളിതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക തന്നെ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. അപ്പോൾ നിങ്ങളൊരു +1 വിദ്യാർത്ഥി ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, നീറ്റിന് പഠിക്കുന്നവരായിക്കോട്ടെ, പലവർക്കും ബയോളജി എന്ന് പറയുന്നത് അത്യാവശ്യം ടഫായിട്ട് തോന്നും. കാരണം എന്താ, നമ്മൾ പഠിക്കുന്നത് NCERT സിലബസാണ്. NCERT ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു വേർഡ്സ്, അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടഫ്നെസ് പല കുട്ടികൾക്കും അനുഭവപ്പെടും. പ്രത്യേകിച്ച് മലയാള മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് കുറച്ച് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വഴിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കിടക്കാതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം. സോ നമുക്ക് ഒട്ടും വഴിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. സോ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാത്ത ഇംഗ്ലീഷ് വേർഡ്സിനെ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഭാഷയിൽ നമുക്കറിയുന്ന ഒരു സിമ്പിൾ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ NCERT ടെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പല വാക്കുകളും നമുക്ക് കിട്ടണമെന്നില്ല. അതിൻ്റെ മീനിങ് അറിയാത്തവർ പോലും ഉണ്ടായിരിക്കും. ആരായാലും മീനിങ് ഒക്കെ അറിയാതിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഥവാ ടഫായിട്ടുള്ള ലാംഗ്വേജ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ മീനിങ് അറിയാത്ത വല്ല വേർഡും വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സോഴ്സ് വഴി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു മീനിങ് എന്താ എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. ആ ഒരു മീനിങ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് മലയാളത്തിൽ എഴുതുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു സിമ്പിൾ ഇംഗ്ലീഷ് വേർഡിലേക്ക് മാറ്റിയിട്ട് എഴുതാം. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബയോളജിയിൽ സിന്തസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്തസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം, അല്ലേ? ഒരു ബേസിക് ആയിട്ടുള്ള മീനിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലവർക്കും ഈ സിന്തസൈസ് എന്നുള്ളത് വീട്ടിൽ നിന്ന് പഠിച്ചു പോകുമ്പോൾ നല്ല ഓർമ്മ ഉണ്ടായിരിക്കും, പക്ഷേ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഈ സിന്തസൈസ് എന്ന് പറഞ്ഞാൽ വാക്ക് അവിടെ വെച്ച് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള അങ്ങോട്ടുള്ള സെൻറ്റൻസ് പലർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അതാണ് മറന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സിന്തസൈസിന് പകരം ഉണ്ടാക്കുകയാണ് അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് എന്ന് പറയാം. പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസ് എന്ന് പറയുന്ന വാക്ക് അതിന് പകരം യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ഓർമ്മ വരില്ല എന്ന് തോന്നുന്ന വലിയ കടുകട്ടിയായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പകരം സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്യുക. എന്നിട്ട് അത് എക്സാം പേപ്പറിലേക്ക് നമുക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാം പേപ്പറിൽ എന്താ ടീച്ചേഴ്സ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഏകദേശം ഒരു നല്ലൊരു ഇംഗ്ലീഷ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും മാർക്ക് തരും. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഫസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടിപ്പാണ് ഇതെന്ന് പറയുന്നത്. അറിയാത്ത വേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പലരും ഈ ഒരു ബയോളജി പല ക്വസ്റ്റ്യനും നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ട് പോകും. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ C3 സൈക്കിൾ ഉണ്ട്, C4 സൈക്കിൾ ഉണ്ട്. അങ്ങനെ ഈ കാണാപ്പാഠം പഠിച്ചു പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് പഠിച്ച് കഴിഞ്ഞാൽ ഓർമ്മ വരും. പക്ഷേ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വരികളുടെയും മീനിങ് എന്താ എന്നുള്ളത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഇനി അതിനുള്ള നേരം ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഒരു ടഫായിട്ടുള്ള ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം അതിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തണം. ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അത് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മാക്സിമം നമുക്ക് ടഫായിട്ട് തോന്നുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യമാണ്. എന്നാൽ പോലും മീനിങ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കില്ല എന്നുള്ള ഒരു കാര്യം അവിടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മീനിങ് മനസ്സിലായിട്ട് മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തായാലും അവർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ ഇപ്പം ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓരോ കോൺസെപ്റ്റ് ചിലപ്പോൾ നമുക്ക് ടഫായുള്ള കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് അധികം പഠിക്കാൻ തോന്നില്ല. കാരണം ഒന്നും മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് NCERT വായിക്കുകയാണെങ്കിൽ ചിലവർക്കൊന്നും പഠിക്കാൻ തന്നെ തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒട്ടും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ ഇനി അങ്ങോട്ട് പഠിക്കണം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പഠിക്കുക. കാരണം ഇനി നമുക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൂളാണ് 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് തീരുമാനിക്കണമെങ്കിൽ 5 സെക്കൻഡ്
സെക്കൻഡ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ അതിനെ ഫേവർ ചെയ്യുന്ന വല്ല കാര്യവും നമ്മൾ ഒരു അതിനെ ഫേവർ ചെയ്യുന്ന വല്ല പ്രവൃത്തിയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് 5 സെക്കൻഡിനുള്ളിൽ നമ്മൾ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കും. കാരണം നമ്മുടെ ബ്രെയിന് 5 സെക്കൻഡ് കഴിഞ്ഞ് നമ്മളോട് പറയും 2 തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരും. പഠിക്കേണ്ടെന്നും വരും, പഠിക്കണമെന്നും വരും. ഇപ്പം നമ്മൾ ആകെ ബോർഡായിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടെന്നേ നമ്മൾ കൂടുതലായിട്ട് മനസ്സിൽ വിചാരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5 സെക്കൻഡ് ഉള്ളിൽ തന്നെ ആ ഒരു പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 5 സെക്കൻഡ് ഉള്ളിൽ തന്നെ പഠിക്കാനുള്ള പുസ്തകം എടുത്തിട്ട് ഇരിക്കാം. അപ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു തോന്നൽ വരും. മറ്റൊരു ടെക്നിക്കാണ് പൊമഡോറോ ടെക്നിക്ക്. ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. 25 മിനിറ്റ് പഠിക്കുക, ബാക്കി 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വീണ്ടും 25 മിനിറ്റ് പഠിക്കുക, ബാക്കി ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ടായിരിക്കും. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ കിട്ടുകയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മൈൻഡിൽ ഇരിക്കാനും സഹായിക്കും. അല്ലാതെ റഷായിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ പൊമഡോറോ ടെക്നിക്കൊക്കെ വെച്ചിട്ട് പഠിക്കുക എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു മെത്തേഡാണ് 50 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക. അതുപോലെ വീണ്ടും 50 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, വി ഡോണ്ട് യൂസ് സോഷ്യൽ മീഡിയ. ആ ഒരു സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ മൊബൈൽ എടുക്കാൻ പാടില്ല 10 മിനിറ്റ് എടുക്കുന്ന ബ്രേക്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ തന്നെ ആ ഒരു 25 മിനിറ്റ് ഡീപ്പ് ഫോക്കസിൽ ഇരുന്ന് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ടൈമർ വെച്ച് പഠിക്കാം, ടൈം ലാബ്സ് വെക്കാം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഒന്ന് നമ്മളൊരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് ടെക്നിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ടെക്നിക്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതൊക്കെ ഒന്ന് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടിയെന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ നീറ്റിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരിക്കലും ഇനി കുറച്ച് സമയം ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കാതിരിക്കരുത്. കാരണം അതിനുള്ള സമയമില്ല. ഇഫ് നമ്മളൊരു ചാപ്റ്റർ എടുത്തിട്ട് അതും പിടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ദിവസം മൊത്തം അതിന് വേണ്ടി ഇരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ ആയിരിക്കും ആദ്യമൊക്കെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്ന രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അതിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഉപയോഗം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു 85 to 90% ക്വസ്റ്റ്യനും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ A+ നേടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മിനിമം നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എവിടുന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിലും എല്ലാ കോൺസെപ്റ്റിൽ നിന്നും ചോദ്യം വരിക. വളരെ സെലക്റ്റീവായിട്ട് അവരെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദ്യങ്ങൾ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പഠിക്കുന്ന കോൺസെപ്റ്റിനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതിന് പിന്നെ മറക്കാത്ത രീതിയിൽ, നല്ല രീതിയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ എടുത്ത് നോക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് തോന്നി ഈ പഠിച്ച കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു 85 to 90% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു PYQ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് A+ ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ അത് പഠിച്ചു പോകാനും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ എക്സാം ടൈമിൽ അല്ലെങ്കിൽ എക്സാമിന് മുന്നേ എത്ര ദിവസം കിട്ടുന്നുണ്ടോ ആ ഒരു ദിവസത്ത് നമ്മൾ +1 +2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരൊക്കെ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് പഠിക്കാനൊന്നും ചിലവർക്ക് സമയം കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ മാക്സിമം ഓരോ ദിവസം കുറേശ്ശെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സാമിന് മുന്നേ കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ പ്രീവിയസ് ഇയർ നന്നായിട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുക. പഠിക്കാത്ത കാര്യങ്ങളെ ആ ഒരു സമയത്ത് പഠിച്ചിട്ട് അതിന് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബയോളജി പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ.